അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെറിയൊരു പർച്ചേസിന് പോകണം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചെടികൾ കുറച്ച് കണ്ടിട്ടുള്ളൂ നേരത്തെ. അപ്പം ആ ചെടി നമ്മൾ വാങ്ങിച്ചൊരു സ്ഥലമുണ്ട്, നമ്മുടെ മുക്കൂട്. എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം ചീരങ്കാവിൽ നിന്ന് നമ്മൾ പുത്തൂർ റൂട്ട് പോകുമ്പോഴാണ് ഈ മുക്കൂട് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു ഡ്രീം ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു വീടുണ്ട്. ഒരു വീട്ടിൽ ഒരു വലിയൊരു നേഴ്സറിയാണ് അവിടെ നടത്തുന്നത്. ഒരു വമ്പൻ കളക്ഷനാണ്, ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് അവിടെ ഉള്ളത്. കൂടുതലും നമുക്ക് ഇലച്ചെടികളാണ് അവിടെ കിട്ടുന്നത്. പൂച്ചെടികൾ കുറവാണ്. നമ്മൾ ഇത്രയും നാൾ മേടിച്ചിട്ട് പൂച്ചെടികൾ വളരെ കുറവായിട്ട് അവിടെ കണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലച്ചെടികൾ, ഭയങ്കര കളക്ഷൻ. അതുകൂടാതെ ഭയങ്കര വിലക്കുറവ്. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് തന്നെ മേടിക്കുന്നത് കേട്ടോ. നമുക്ക് മാത്രമല്ല, മറ്റ് പല ഫാമിലിക്ക് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് മെയിനായിട്ട് പോകുന്നത്. പിന്നെ അവിടുത്തെ ഈ ചെടിയുടെ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ അവിടെ എത്തി. ഇതാണ് ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനാണെങ്കിൽ എറണാകുളത്ത് പോയി വില ചോദിച്ചു, വേറെ ഒന്ന് രണ്ടിടത്ത് ഓൺലൈൻ നോക്കി. അപ്പം എല്ലാത്തിനും ഇപ്പൊ റേറ്റ് കുറവാണെന്നാണ് ഇപ്പൊ ഇവിടെ ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ വന്ന് നോക്കിയിട്ട് കുറച്ച് കളക്ഷൻസ് കുറവായിരുന്നു നേരത്തെ ഇറക്കുമ്പോൾ വന്നിരുന്നു. പക്ഷെ മൊത്തത്തിൽ എല്ലാ ചെടികൾക്കും ഇവിടെ റേറ്റ് കുറവാണ്. നമ്മളിപ്പോ വീടൊക്കെ പണിഞ്ഞ് പാലാച്ച സമയത്ത് അത്യാവശ്യം കുറച്ചധികം പൈസ ഇതിനു വേണ്ടി ഇറങ്ങും. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ആണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഒരു ഫിനാൻഷ്യലി അഫോർഡബിൾ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. മാത്രമല്ല ഈ സാധാരണ ഒരു ഇച്ചിരി വലിയ ഇലച്ചെടികളൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിൽ നോർമലി പാമൊക്കെ വെക്കുമ്പം അതൊക്കെ നോർമലി നല്ല വിലയാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നല്ല വില കുറച്ച് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതൊക്കെ ഇൻഡോർ ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഇൻഡോറാണ്. ഒരു ടൈപ്പ് ഇതാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇൻഡോർ വെക്കുന്നത് തന്നെ. അപ്പം നമുക്ക് വിശാലമായിട്ട് കണ്ടെടുക്കാം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇതിവിടെ 200 രൂപയാണ് ഈ ഇതിനകത്തുള്ള, ഈ ചട്ടിക്കകത്തുള്ള അല്ല, ഈ ഇതിനകത്തുള്ള കവറിനകത്തുള്ള റേറ്റ് അല്ലേ. ഗൈസ് കണ്ടല്ലോ, ഓരോ പ്ലാന്റ് ഇവിടെ തന്നെ എല്ലാവരും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിന് തരാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. എൻ്റെ പേരറിയില്ല. അത് അങ്ങിരിക്കുന്ന ഒരു ഗ്രീൻ ആണ്. ഇവിടെ എല്ലാം നട്ടുപിടിച്ച് എവിടെ ചവിട്ടിയാലും ചെടിയുടെ പുറത്ത് ചവിട്ടാതെ സൂക്ഷിക്കണം. കണ്ടല്ലോ, ഇതിനകത്തൊക്കെ തണ്ട ചെടികൾ തൈകളാണ്. ഇവിടെയും കുറേ ഇരിപ്പുണ്ട്. മുള, ഗോൾഡൻ പാമിൻ്റെ ഇതാണ് എല്ലാം. ഏത് വാനില. ഇവിടെ എന്താ, അവിടെ ഒരു മുയലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മുയല്. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഓരോ സെക്ഷൻ ബേസ് ചെടികൾ ഒരുപാട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ആ ഭാഗത്തേത് നോട്ട് ഫോർ സെയിലാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. ഇതെല്ലാം ബോട്ടിൽ ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഇത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ് കേട്ടോ. ഇത് ഈ മണി പ്ലാന്റ്, പിന്നെ അതായി ഫ്ലോറിഡ ബ്യൂട്ടി. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാം. ഇത് ഇൻഡോർ പ്ലാന്റിൽ വെക്കാൻ പറ്റുന്ന ചെടിയാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരറിയത്തില്ല, വില അറിയത്തില്ല, നമുക്ക് ചോദിക്കാം. ഇത് അത്യാവശ്യം നല്ല ചെടി കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട് ഈ ചെടി. ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ചെടിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതേതാ? അതെന്ത് സംഭവം?
പർപ്പിൾ കളറിൽ കൊല കുത്തിപ്പൂക്കുന്ന ഓക്കെ അതൊക്കെ എല്ലാ വീടുകളും ഉണ്ടാകുന്നത്. മൺമറഞ്ഞ ചെടികൾ ഒരുപാട് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ, പഴയ ടൈപ്പ് ചെടികളൊക്കെ. വെൽവെറ്റ് ആപ്പിൾ, ഫ്രൂട്ട്സ് ഐറ്റം കുറേ കേട്ടോ, ഇതൊക്കെ എല്ലാം ഫ്രൂട്ട്സ് ഐറ്റമാണ്. നമ്മുടെ പ്ലാവൊക്കെ കാണാം, പ്ലാവ്, മാവ്, സാൻഡോൾ, ഇതെല്ലാം ഫ്രൂട്ട്സ് ഐറ്റം തോന്നില്ല ഇരിക്കുന്നത് എല്ലാം. അവക്കാടോ ഇരിക്കുന്നത്, അവക്കാടോ നമ്മൾ വാങ്ങിച്ചാൽ നേരത്തെ. റംബുട്ടാൻ ഇരിപ്പുണ്ട്, അമ്പഴം, പിന്നെ മാവിൻ്റെ കുറച്ച് വെറൈറ്റി ആണ്. ഇത് നമ്മളന്ന് മറ്റേ ബേറാപ്പിള് ആണ്, ബേറാപ്പിളാണ് പിടിച്ചിപ്പോണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഫ്രൂട്ട്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഗൈസ്, ഇത് വേറൊരു സെക്ഷൻ. ചെടിയുടെ പേരൊക്കെ കുറേ സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മുല്ലയൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ഫ്ലവർ ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ മുല്ലയുണ്ട്. മുല്ല വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിച്ചിയാണ്, അതല്ലല്ലോ. കൂടുതലും ഇലച്ചെടി തന്നെയാണ്. നമ്മുടെ ഗ്രാസ് ഉണ്ട് കേട്ടോ, ഗ്രാസൊക്കെ വിലക്കുറവ് കേട്ടോ അവിടെ. നമ്മൾ കുറേ എടുത്തിട്ടുണ്ട് നേരത്തെ. ഇത് ഗോൾഡൻ ബാമ്പു. ഈ ഇത് കണ്ടിട്ടാണ് നമ്മൾ നേരത്തെ വാങ്ങിച്ചത്. നമ്മുടെ വീട്ടിലിതുണ്ട്. ഇത്രയൊന്നും ആയില്ല, അങ്ങനെ ആയി വരുന്നു, സെറ്റായി വരുന്നു. ഇത്ര ആയാലേ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗത്ത് ഇലച്ചെടി തന്നെയാണ് മൊത്തം ഇരിക്കുന്നത്. ഇലച്ചെടിയുടെ വമ്പൻ കളക്ഷനാണ്. നമുക്ക് എവിടെ പോയാലും ഇത്രയും കളക്ഷൻ ഒന്നും കാണാൻ പറ്റില്ല. ഒരു മിനിറ്റ് വരുന്നതാ. പിന്നെ നമുക്ക് ഈ ഒരു പ്രൈസിങ്ങിൽ ഇത് തെറ്റിയല്ലേ, തെറ്റിപ്പൂവിൻ്റെ കളക്ഷനാണിത്. ഇത് നമ്മുടെ ഗോൾഡൻ പാമ്പുമാണ്. ഇത് ഓരോ ഇത് ഏതോ ഒരു പാമ്പാണെന്ന് തോന്നുന്നു. ഇൻഡോറിൽ വെക്കുന്ന, ഔട്ട്ഡോറും വെക്കാതെ. ഇത് നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ ഗാർഡൻസിൽ ചെല്ലുമ്പോൾ ഇത് 1, 2 ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കളക്ഷൻ എണ്ണം കണ്ടല്ലേ ഇരിക്കുന്നത്, ഹ്യൂജാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഇതാണ്. ഏത് ചെടിയായാലും നമ്പേഴ്സ്, ഭയങ്കര നമ്പേഴ്സാണ് ഇരിക്കുന്നത്. എന്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയത് നമ്മൾ. ഇത് പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ മുളയുടെ ഒരു വെറൈറ്റിയാണ്. അത് ഇരിക്കുന്നുണ്ട്, എണ്ണം കണ്ടില്ലേ, എല്ലാ എണ്ണം ഭയങ്കര. ഇത് ഗോൾഡൻ ബാമ്പു, വൈറ്റ് ബാമ്പു വാങ്ങിച്ചാൽ. ഇത് ഗോൾഡൻ ബാമ്പു ആണ്. ഇവിടെ എല്ലാം ബാമ്പുവിൻ്റെ ഒരു കുറേ ഇരിപ്പുണ്ട്. ഇത് ബുദ്ധമുളയത്. ബുദ്ധമുളയൊക്കെ വിലക്കുറവാണ് കേട്ടോ. ശ്രദ്ധിച്ച് വന്നാൽ മതി. അങ്ങോട്ട് പോകുന്നില്ല, കാട് പോലെ കിടക്കുകയാണ്. അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ചെടി വെച്ചിരിക്കുകയാണ്. ഒരു സ്പേസ് പോലും കളയാത്ത രീതിയിൽ വെച്ചേക്കാണ് ചെടിയെല്ലാം. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ വാങ്ങിച്ചു. ചെടിയൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്തു. ഒരുപാടൊന്നും മേടിച്ചില്ല കേട്ടോ, കുറച്ചേ മേടിച്ചുള്ളൂ. കുറച്ച് ചട്ടി മേടിച്ചാണ്ട്. ഇത് ഒരു സെറാമിക് ചട്ടിയാണ്, സെറാമിക് പോട്ടാണ് ചട്ടി. മലയാളത്തിൽ ചട്ടി എന്ന് പറയാം. 100 രൂപ കേട്ടോ. നമ്മൾ പുറത്തൊക്കെ കണ്ടപ്പോൾ 150 ഒക്കെ പറഞ്ഞ ചട്ടിയാണ്. ഇവിടെ ഒരു 100 രൂപയ്ക്ക് നമുക്ക് കിട്ടി. അപ്പം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഏതൊക്കെ ചെടിയാണ് വാങ്ങിച്ചത്, കുറച്ച് ചെടി മേടിച്ചു, ഒരു 3-5 മേടിച്ചോളൂ അല്ലേ. ജസ്റ്റ് കൂടുതൽ ഇൻഡോർ വെക്കാൻ പറ്റുന്ന ചെടികൾ തന്നെ നമ്മൾ വാങ്ങിച്ചത്. ചട്ടിക്കായി 500 രൂപയ്ക്കകത്തുള്ള ചട്ടിയെ വാങ്ങിച്ചിട്ടുള്ളൂ. മൊത്തത്തിൽ വാങ്ങിച്ചോളൂ അല്ലേ, ചട്ടിയും ചെടിയും കൂടെ. അപ്പൊ ചെറിയ പർച്ചേസ് ആയിരുന്നു. വലിയ പർച്ചേസ് സ്ഥലമില്ല.
ഇല്ല വെക്കാൻ വലിയ പർച്ചേസ് നടത്താൻ അത്രയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. Guys, എനിക്ക് ഇഷ്ടപ്പെട്ട പൂളിയായിരുന്നു. ഗായ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട പൂളിയായിരുന്നു ആ സെറ്റു. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ ഇരുന്നതായിരുന്നു ഇവിടെ. അതുകൊണ്ട് അത് ബാക്ക് എടുത്തു വെച്ചു തന്നെ നമ്മൾ തീർത്തോളയും. ഇനി ഞാനില്ലേ അവിടെ വീട്ടിൽ എത്തിയിട്ട് ഞാൻ കൃഷി ചെയ്യും. ആ കുഞ്ഞു ചെടിയാ, ഒരു 3 ഉള്ളു. അത് അപ്പം നമ്മള് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ മേടിച്ച ഒരു ചെടിക്ക് എറണാകുളത്ത് നമ്മൾ തിരക്കിയപ്പോ 450 ആയിരുന്നു. ചെടിക്ക് മാത്രം അല്ലേ, നോർമൽ പ്ലാസ്റ്റിക് ചട്ടിയായിട്ട്. അപ്പൊ ഇവിടെ ആ പ്ലാസ്റ്റിക് ചട്ടിയും ചെടിയും കൂടെ നമുക്ക് 300. അത് പക്ഷെ നമ്മൾ ഒരുപാട് ലീഫ് ഉള്ളത് എടുത്തോണ്ടാ അത്രയായത്. 200 തൊട്ടുണ്ട് നമുക്ക് അവൈലബിൾ ആണ്. 150 ഇല്ല, 200 മിനിമം 200 തൊട്ടാണ് റേഞ്ച് ഉള്ളത്. 200, 250, 300 എന്നുവെച്ചാൽ 300 വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ലീഫാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ഒന്ന് പകുതി ആക്കി നമുക്ക് അടുത്തൊരു ചെടിയായിട്ട് വെക്കാൻ പറ്റും. അതായത് 300 നമ്മൾ എടുത്തത്. അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട് ചെടികൾ എന്നൊക്കെ. ഇപ്പൊ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോഴാണ് ഈ വഴി കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് ചീരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മള് കൊല്ലത്തിലുമാണ്. നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ചെടികൾ. പക്ഷേ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വേറൊരു കടയിൽ ഇടയ്ക്ക് കയറിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മേടിച്ച ഈ ചെടി അതിൻ്റെ ഉള്ളൂ. ഈ പോട്ട്, ഈ കുറച്ച് പോട്ട്സുകൾ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ മേടിച്ച ചെടികൾ. അതിനകത്ത് ഈ ചെടി ഇതല്ല, ഈ ചെടി രണ്ട് നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. ഇതും ബാക്കി ഇത്രയും നമ്മളൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം 1500 രൂപയാണ് നമുക്കായത്. ഇതിപ്പോൾ വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് 300 രൂപയായത്. ഇത് 300 രൂപ, ഇത് 150 രൂപ, ഇത് 100 രൂപ, ഇത് ഇത്ര 50 രൂപ അല്ലേ? 50 രൂപ രണ്ടെണ്ണം. ഇതിന് 50, ഇതിന് 50. ഇത് 65 അല്ലേ? ഇത് 50 രൂപ, 50 100 അങ്ങനെ. പിന്നെ പോട്ട്, ഈ പോട്ടിൻ്റെ ഇത് എത്ര? 150 രൂപ തോന്നി. ഈ പോട്ടിന് 150 രൂപ, ഇതിന് 200 രൂപ. ഈ പോട്ട് 200 അല്ലേ? ഇത് 200, ഇത് 175 തോന്നുന്നു. ഇത്രയാണ് നമ്മൾ മേടിച്ച ചെടികൾ. ഇനി നാളെ നമുക്ക് ഇത് അകത്ത് സെറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കുറച്ച് ചെടികളൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് നാളെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ ഉള്ള ചെടികൾ പലതും നമ്മൾ ഇൻഡോർ ചെടികളായിട്ട് കണ്ടു. അപ്പം അത് നമുക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു റഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതെ, ഇന്നിപ്പോൾ രാത്രിയായിപ്പോയി. നാളെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബൈ.